ഇന്ധന വിലക്കയറ്റത്തെ തുടർന്ന് സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം നിയമസഭയിൽ സജീവ ചർച്ചയായി. പ്രതിപക്ഷത്ത് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യമുണ്ടെങ്കിലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൊമ്പുകോർത്തു. ഇത് പ്രതിപക്ഷത്തിന്റെ സഭാ ബഹിഷ്കരണത്തിലാണ് കലാശിച്ചത്. ഇന്ധനവില തുടരെ വർദ്ധിപ്പിക്കുന്നത് വിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാരിന് വലിയ വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മെയ് 15 മുതൽ 4 തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. ഏതു സമയവും ഇനിയും വില ഉയർത്തിയേക്കാമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരം. സർക്കാരിന് എത്ര ടാക്സ് കിട്ടും, എന്താണ് വില വർധനവിൻ്റെ സാമൂഹിക പ്രത്യാഘാതം എന്ന് പരിശോധിക്കുമ്പോഴേക്കും പിന്നെയും വില വർദ്ധിപ്പിക്കുകയാണ്. ഇത് അനിശ്ചിതത്വത്തിന് കാരണമാവുകയാണ്. കുറച്ച് ദിവസം കാത്തിരുന്ന ശേഷം മാത്രമേ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാനാവൂ എന്നും വി ഡി സതീശൻ പറഞ്ഞു. വിലക്കയറ്റം നിർത്തിയിട്ട് ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാലിൻ്റെ പ്രതികരണം. പാചകവാതകത്തിനും പെട്രോളിനും ഡീസലിനും തുടരെ വില വർദ്ധിക്കുകയാണ്. നിർമ്മാണ ആവശ്യത്തിനുള്ള ടാറിൻ്റെ വിലയും കുത്തനെ ഉയർന്നു. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഇന്ധനവില നിയന്ത്രിക്കാൻ ഇന്ധന വില വർധനയിലൂടെ ലഭിക്കുന്ന അധിക നികുതിയിൽ നിന്ന് ഇളവ് നൽകണമെന്ന് പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണെന്ന്. അദ്ദേഹം ഇപ്പോൾ വാക്കു പാലിക്കണമെന്നും തൻ്റെ നിലപാട് തെളിയിക്കണമെന്നും കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു. 2018-ലും 2022-ലും ഇടത് സർക്കാർ ഇത്തരത്തിൽ ഇളവ് നൽകിയിരുന്നുവെന്നും ബാലഗോപാൽ പറഞ്ഞു. 2016 മുതൽ 2025 ജനുവരി 31 വരെ 3100 കോടി രൂപയുടെ അധിക വരുമാനമുണ്ടായിട്ടും ₹1 കുറച്ചിട്ടില്ലെന്ന് പിന്നീട് മറുപടി പ്രസംഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം ഇടത് സർക്കാർ കാണിക്കില്ലെന്ന് മുൻ ധനകാര്യമന്ത്രി കൂടിയായ ബാലഗോപാൽ പലപ്പോഴും നിയമസഭയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ആ മണ്ടത്തരം തന്നോട് ചെയ്യാനാണോ അദ്ദേഹം ആവശ്യപ്പെടുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു. വിലക്കയറ്റത്തിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 2893 കോടി രൂപയുടെ കുടിശ്ശിക നൽകാനുണ്ടെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടേത് നിർഭാഗ്യകരമായ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2016-ൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ധനവില കൂട്ടിയില്ല. 2018-ൽ 509 കോടിയുടെ നികുതി ഇളവ് ഒറ്റയടിക്ക് ജനങ്ങൾക്ക് നൽകി. പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ ഉയർത്തിയ വാദം മുഖ്യമന്ത്രിയായപ്പോൾ ജനങ്ങളോട് പാലിക്കാൻ വി ഡി സതീശൻ തയ്യാറുണ്ടോ എന്നും പിണറായി വിജയൻ ചോദിച്ചു. ധവളപത്രം എന്ന വിസ്മയം പുറത്തു വരാനുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് അത്തരം ഉമ്മാക്കി വേണ്ടെന്നും അത് വരുമ്പോൾ ബാക്കി പറയാമെന്നും പിണറായി പറഞ്ഞു. നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 99 വോട്ടുകൾക്കായിരുന്നു ഷാനിമോൾ ഉസ്മാൻ്റെ ജയം. ഇടത് സ്ഥാനാർത്ഥിയായ മുഹമ്മദ് മോഹ്സിന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 3 അംഗങ്ങളുള്ള BJP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 39 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. 2019-ൽ അരൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഷാനിമോൾ നിയമസഭയിലെത്തുന്നത്. 2026-ലും അരൂരിനെയാണ് ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്.